കോൺഗ്രസ് പാർട്ടി വേണ്ട തരത്തിൽ ഉണർന്നോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം പലരും ചോദിക്കും. ഉണർന്നു എന്ന് ചോദിച്ചാൽ ഉണർന്നു, പക്ഷേ അത് ആരിലൂടെ ഉണർന്നു എന്നുള്ളതാണ്. ഉണരാതെ നിൽക്കുന്നത് ആരിലൂടെയാണ്, അതും ചോദ്യം. അതായത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ കൊണ്ടുവന്നു. കേരളത്തിലെ ന്യൂനപക്ഷത്തെ മുഴുവൻ, ക്രൈസ്തവരെ മുഴുവൻ പഴയതുപോലെ തന്നെ കോൺഗ്രസിലേക്ക് ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരു ആസൂത്രണം നടന്ന് സുധാകരനെ പുറത്താക്കി സണ്ണി ജോസഫിനെ കൊണ്ടുവന്നത്. ഇപ്പൊ സണ്ണി ജോസഫ് എവിടെ? കേൾക്കാനില്ലല്ലോ. സണ്ണി ജോസഫിനെ ഈ മല്ലികാർജുൻ ഖാർഗെയെ പോലെ ഒരു മൂലയ്ക്ക് പിടിച്ചിരുത്തിയിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. മല്ലികാർജുൻ ഖാർഗെ നമുക്കറിയാം, ഒന്നും ചെയ്യാതെ, ഒന്നും ചെയ്യിക്കാനുമില്ല, സോണിയാഗാന്ധിയുടെ വീട്ടിലെ അടുക്കളക്കാരനായിട്ടിരിക്കുന്നു എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഇപ്പോൾ സണ്ണി ജോസഫ് അല്ല KPCC ഭരണം നടത്തുന്നത്, വർക്കിംഗ് പ്രസിഡന്റുമാരാണ്. PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും അനിൽകുമാറും ഒക്കെ കൂടിയാണ്. ഇതേ അവസരത്തിൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ചുമതല മുഴുവൻ K മുരളീധരനിലേക്ക് കൊടുത്തിരിക്കുകയാണ്. K മുരളീധരനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിറഞ്ഞു നിൽക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി, അതിനോടൊപ്പം തന്നെ പല വിഷയങ്ങളിലും അദ്ദേഹം പ്രതികരിക്കുന്നുമുണ്ട്. പ്രധാനമായിട്ടും ശശി തരൂരിന്റെ വിഷയത്തിൽ മുരളീധരനാണ് മുമ്പ് ശശി തരൂരിന്റെ ഈ അഭിപ്രായ പ്രകടനത്തിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ഈ വായ പോയ വെട്ടുകത്തി പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ മാത്രമാണ്. അത് പിന്നെ ഒരു കഴമ്പും കാതലും ഒന്നും ഇല്ലാത്ത വർത്തമാനമാണ്. മുരളീധരൻ അതല്ല, പറയുന്നതിൽ കാര്യമുണ്ട്. മുരളീധരൻ കൃത്യമായി കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. മുരളീധരൻ പറയുന്നുണ്ട്, ഇപ്പോൾ ശശി തരൂർ പറഞ്ഞ ഒരു കാര്യത്തെ നമ്മൾ നിരസിക്കുന്നില്ല, അത് ശരിയാണ്. കുടുംബവാഴ്ചയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്, കുടുംബവാഴ്ചയാണ്, അത് അവരുടെ ഒരു ബിസിനസ് ആണ്, ആ രാഷ്ട്രീയം അവരുടെ ഒരു ബിസിനസ്സാണ്, കുടുംബ ബിസിനസ്സായിട്ടാണ് കാണുന്നത് എന്ന് പറയുന്നു. അത് അക്ഷരാർത്ഥത്തിൽ 100% ശരിയാണ്. പക്ഷേ ഒരു കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് ഒരാൾക്ക് അതുപോലെ മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മുരളീധരന് മാത്രമാണ്. മുരളീധരൻ പറയുന്നുണ്ട്, അവരെല്ലാം തന്നെ മത്സരിച്ച് വിജയിച്ചല്ലേ പാർലമെന്റിൽ എത്തിയിട്ടുള്ളത്. സോണിയ മത്സരിച്ചിട്ടില്ല. പിന്നീട് രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്കയൊക്കെ ആയാലും മത്സരിച്ച് വിജയിച്ചെത്തിയല്ലോ. അല്ലാതെ പാർലമെന്റിന്റെ ഓടിളക്കിയല്ലല്ലോ അവർ അങ്ങോട്ടേക്ക് ഇറങ്ങിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൃത്യമായ ഒരു മറുപടി കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ തരൂർ ആദ്യകാലത്ത് പ്രസ്താവന ഇറക്കിയപ്പോൾ പറയുന്നുണ്ട്, തിരുവനന്തപുരത്ത് തരൂരിനെ കയറ്റത്തില്ല എന്നും പറയുകയുണ്ടായി. കാരണം തിരുവനന്തപുരത്തിന്റെ MP ആണ്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ കയറ്റണ്ട, അദ്ദേഹം കയറുന്നുമില്ല, അത് വേറെ കാര്യമാണ്. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായ ഒരു മറുപടി കൊടുക്കാനായിട്ട് ഈ K മുരളീധരനാണ് കഴിയുന്നത്. അതുപോലെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരത്തിന്റെ മുമ്പിൽ നിന്ന് നയിക്കുന്നതും മുരളീധരൻ തന്നെയാണ്. മുരളീധരൻ കാണിക്കുന്ന ഒരു ആർജവവും തൻ്റെ ഇടവും ഒരു കാര്യങ്ങൾ നയിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കെൽപ്പും ഇപ്പോൾ മുരളീധരന് തന്നെയാണുള്ളത്. യഥാർത്ഥത്തിൽ മുരളീധരൻ KPCC പ്രസിഡന്റ് ആകണം, അതാണ് വേണ്ടത്. മുരളീധരൻ KPCC പ്രസിഡന്റ് ആയിട്ടുണ്ടല്ലോ. അന്ന് എങ്ങനെ കിടന്നു ഇന്ദിരാഭവനിൽ ഒരു ഉണർവ് ഉണ്ടായിരുന്നു. ഇപ്പോഴോ അത് വെറും മൂകത മാത്രമാണ്. അവിടെ ആളുണ്ടോ എന്നുള്ളത് തപ്പി നോക്കണം. ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ KPCC ആസ്ഥാനം നിൽക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും അവിടെ ഉണർന്ന് പ്രവർത്തിക്കണം, അതാണ് വേണ്ടത്. സർക്കാരിനെ എതിരിടാൻ തക്കവണ്ണമുള്ള എത്രയോ ആയുധങ്ങൾ ഈ പ്രതിപക്ഷത്തിന് കിട്ടി. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇപ്പോഴും ശബരിമല വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത് K മുരളീധരനേ ഉള്ളൂ.
അന്വേഷണം വാസുവിലേക്ക് മാത്രമല്ല പത്മകുമാറിലേക്കും നീങ്ങണമെന്ന് പറയുന്നതും മുൻകാല ദേവസ്വം ബോർഡ് പ്രസിഡന്റന്മാരും ദേവസ്വം കമ്മീഷണറിലേക്കും അന്വേഷണം പോകണമെന്ന് പറയുന്നതും മുരളീധരൻ മാത്രമേ ഉള്ളൂ. ഇതിന്റെ രണ്ടാം ഘട്ട സമരത്തിലേക്ക് ഞങ്ങൾ കടക്കുമെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം തന്നെ ഒന്നാം ഘട്ട സമരം പന്തളത്ത് വെച്ച് അവസാനിപ്പിച്ചതോടുകൂടി നിർത്തിയിരിക്കുകയാണ്. അവർക്ക് യാതൊന്നും വേണ്ട. പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുന്ന സമയത്ത് നിയമസഭയുണ്ടെങ്കിൽ നിയമസഭയ്ക്കകത്ത് കടന്ന് കുരയ്ക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. വി.ഡി. സതീശനായാലും മാത്യു കുളനാടനായാലും ഷാഫി പറമ്പിൽ MLA ആയിരുന്ന സമയത്തും ഒക്കെ ചെയ്തിട്ടുള്ള അത് മാത്രമേ ഉള്ളൂ. പിന്നെ ചെയ്യുന്നത് സഭ വിട്ടു നിൽക്കുക, വോക്കൗട്ട് നടത്തുക, എന്നിട്ട് പുറത്തു വന്ന് പടിക്കെട്ടിലിരിക്കുക. ആ സുഖശീതളിമയിൽ മാത്രം നിൽക്കുന്നവരാണ് നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത്. അവര് വെയിൽ കൊണ്ട് പ്രതിഷേധിക്കാൻ തയ്യാറാകത്തില്ല. പക്ഷെ മുരളീധരൻ അതല്ല എന്നുള്ളതാണ് ഓർക്കേണ്ടത്. മുരളീധരനെയാണ് പലപ്പോഴും ഇവർ ഒതുക്കാൻ നോക്കിയിട്ടുള്ളത്. വട്ടിയൂർക്കാവ് മണ്ഡലം സംരക്ഷിച്ച് കോൺഗ്രസിന് വളരെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോവുകയായിരുന്നു. മുരളീധരൻ നോക്കുന്നുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ എത്രത്തോളം ആ വാർഡുകളൊക്കെ കോൺഗ്രസിന് അനുകൂലമാകുന്നുണ്ടോ എന്ന് മുരളീധരൻ നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ഇറങ്ങുമെന്നുള്ളതാണ്. വട്ടിയൂർക്കാവിന് വിജയിച്ച് നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോഴാണ് അദ്ദേഹത്തെ വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയിലേക്ക് വണ്ടി കയറ്റിയത്. അതുകൊണ്ട് എന്ത് പറ്റി കോൺഗ്രസിന്? കോൺഗ്രസിന്റെ കയ്യിലിരുന്ന മണ്ഡലം പോയി എന്നുള്ളതാണ്. ഇത് തന്നെയല്ലേ കോന്നിയിലും ഉണ്ടായത്. അപ്പോൾ കാര്യങ്ങൾ ചിട്ടയോടുകൂടി പ്രവർത്തിച്ചു മുമ്പോട്ട് കൊണ്ടുപോകാൻ കണക്കുകൂട്ടലുകൾ എന്ന് പറയുന്ന ഒരു സംഗതി കോൺഗ്രസിനകത്തില്ല എന്നുള്ളതാണ്. അതാണ് ഇവർക്ക് പറ്റിയിട്ടുള്ള വലിയ പരാജയവും. ഇപ്പോൾ ഇവിടെ ഈ സ്ഥാനാർത്ഥികളെ മുഴുവൻ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. AICC ആയിട്ടുള്ള നമ്മുടെ ഹൈക്കമാൻഡ് KC വേണുഗോപാലിന് മുരളീധരനെ ഒക്കെ ഒതുക്കി തീർക്കണമെന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രതിപക്ഷത്ത് നിന്ന് UDF-നെ നയിക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുരളീധരനായിരിക്കണം. ഇവിടെ UDF-ന്റെ ഒരു കൺവീനർ ഉണ്ടല്ലോ, കേൾക്കാനില്ല. ഇടയ്ക്കിടയ്ക്ക് CPI-യെയും മറ്റും സ്വാഗതം ചെയ്യുന്നുണ്ട്. CPI വരില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഇപ്പൊ അത് പറയുന്നില്ല. ജോസ് കെ മാണിയെയും മറ്റും സ്വാഗതം ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറൊന്നും UDF-ന്റെ കൺവീനറുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല. അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ MP ആയി പോയി നിന്നതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളത് അടൂർ പ്രകാശ് മനസ്സിലാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മുരളീധരനെ ഇവർ മുന്നിൽ നിർത്തണം. പിണറായി വിജയൻ LDF-നെ നയിക്കുന്നത് പോലെ, CPM-നെ നയിക്കുന്നത് പോലെ മുരളീധരൻ UDF-നെ നയിക്കട്ടെ. എന്തെങ്കിലും തരത്തിലുള്ള ഗുണം നിങ്ങൾക്കുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ബാക്കി മുഴുവൻ പേരെയും മാറ്റി നിർത്തുക. ചെന്നിത്തലയായാലും VD സതീശനായാലും ആരായാൽ പോലും, ശശി തരൂരായാലും മാറ്റി നിർത്തുക. മുരളീധരന് കാര്യശേഷിയുണ്ട്. മുരളീധരൻ MP ആയിരുന്നിട്ടുണ്ട്, MLA ആയിരുന്നിട്ടുണ്ട്. അതും ജനവിധിയിലൂടെ തന്നെയാണ്. പരാജയപ്പെട്ടിട്ടുമുണ്ട്. പരാജയം നേമത്തും ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ തൃശ്ശൂരും ഉണ്ടായിട്ടുണ്ട്, മുമ്പ് വടക്കാഞ്ചേരിയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ മുമ്പോട്ട് ഗൗരവത്തോടുകൂടി നയിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്. പിണറായിയെ നേരിടാൻ പറ്റിയ ഒരാൾ ഇന്ന് കോൺഗ്രസിൽ ഉണ്ടെങ്കിൽ അത് മുരളീധരൻ തന്നെയാണ്. മുരളീധരൻ മുഖ്യമന്ത്രിയാകാനും യോഗ്യൻ തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.